കൂട്ടുകാരെ, ഞങ്ങളുടെ നൈറ്റിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കരയ്ക്ക് വന്നു. തങ്കശ്ശേരി അഴിക്കകത്താണ് ഇപ്പോൾ ബോട്ട്. ഇത് വലയെല്ലാം ഒതുക്കി വെച്ച ആ വലയുടെ സൈഡിൽ കിടന്ന വേസ്റ്റൊക്കെ കളയാണ്. കിച്ചണിൽ വിമലേട്ടനുണ്ട്. ആളിപ്പോൾ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുക. തൊട്ടടുത്ത് കറി വയ്ക്കാനുള്ള എല്ലാ കൂട്ടും റെഡിയാണ്. കാരണം ഒറ്റ അടുപ്പിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങത്തുള്ളൂ. അതാകുമ്പോൾ ഉച്ചയ്ക്ക് എണ്ണീറ്റ് സമയത്ത് കഴിച്ചാൽ മാത്രം മതി. ചപ്പാത്തി ഏകദേശം ചുട്ട് തീരാറായി. ഒരു 3 ഐറ്റം മീനുണ്ട് കേട്ടോ. കോരയുണ്ട്, ആവോലിയുണ്ട്, പിന്നെ പരവയുണ്ട്. കോരയാണ് കൂടുതൽ. ആവോലി 2 ആവോലി കിട്ടിയുള്ളൂ രാവിലത്തെ വലയിൽ. പിന്നെ ഐസില്ലാത്ത മീനാണ്, അതുകൊണ്ട് പിന്നെ കറി വെച്ചാൽ ടേസ്റ്റിൽ വ്യത്യാസം വരില്ല. പിന്നെ ഞങ്ങളുടെ മാസ്റ്റർ ഷെഫ് വിമലേട്ടനാണ്. പുള്ളി എങ്ങനെ വെച്ചാലും അതിനകത്തൊരു പുതുമയുണ്ടാവും. ഇത് നമ്മുടെ കാപ്പിക്കുള്ള ഗ്രീൻ പീസ് കറി റെഡിയാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കുറുക്കി നല്ല അടിപൊളിയായിട്ട് വെച്ചേക്കുകയാണ്. ചപ്പാത്തി ചുട്ട് തീർന്ന ഉടനെ തന്നെ അത് കഴിക്കാം. വൈകുന്നേരം വലയിടാനുള്ള കാര്യങ്ങളെല്ലാം അവർ അവിടെ കെട്ടി റെഡിയാക്കി വെക്കുകയാണ്. പണി തീർന്ന് അവരും കൈയും കാലൊക്കെ കഴുകുക. ഇതേ കാണുന്നതാണ് നമ്മുടെ കടൽ. അതിനകത്തൂടെ അഴിയിൽ നിന്ന് അകത്തൊക്കെ കയറിയാൽ മതി. ഇത് പോർട്ട് വല്ലതുമാണ്. അവിടുത്തെ ഹാർബറാണ് കാണുന്നത്. ഇതേത് മൂതാക്കര പള്ളി. നമ്മുടെ വാടി ഹാർബറാണിത്. അത് തങ്കശ്ശേരി. ഇത് തങ്കശ്ശേരിയിലെ ലൈറ്റ് ഹൗസാണ് തൊട്ടപ്പുറത്ത് കാണുന്നത്. ഇതാണ് നമ്മുടെ കൊല്ലം തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്. അത് ബ്രിട്ടീഷുകാരുടെ കോട്ടയാണ്. കെട്ടിയപ്പോൾ കോട്ടയാണ്. ഇപ്പോൾ മാത്രമേ ഉള്ളൂ. എല്ലാം പൊളിഞ്ഞു പോയി. ഒരുപാട് കാലമായിട്ട് അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. അന്നത്തെ കാലത്തെ പണിയായതുകൊണ്ടാണ് ഇപ്പോഴും അവശേഷിക്കുന്നത്. എൻ്റെ ക്യാമറയുടെ പരിമിതി അത്രേ ഉള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ കാണിക്കാൻ പറ്റില്ല. അവർ വല അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ സഹായിച്ചു കൊടുക്കണം. പിന്നെ ഇവിടെ അഴിക്കകത്തായതുകൊണ്ട് കാറ്റിൽ ലേശം കുറവുണ്ട്. കടലിൽ ആങ്കർ ചെയ്യാൻ പറ്റില്ല. നല്ല കാറ്റാണ്. സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അഴിക്കകത്ത് കയറണം. അങ്ങനെ അതുകൊണ്ട് കറിക്കുള്ള ഉള്ളി, പച്ചമുളക് എല്ലാം കൂടെ മൂപ്പിക്കാനിട്ടു. പുള്ളി കുടംപുളി നേരത്തെ ഇട്ടു. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സാധാരണ കുടംപുളി ക്ലൈമാക്സിലാണ് ഇടുന്നത്, അരപ്പ് മൂത്തതിന് ശേഷം. വിമലേട്ടൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്, വെറൈറ്റി രീതിയിലേതോ. അങ്ങനെ നൈസായിട്ട് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ടുള്ള പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതാണ്. ഉള്ളി പെട്ടെന്ന് മൂക്കും, അതായത് വാടി വരും. അടുത്ത മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇത് രണ്ടും ഇട്ടു. ഇത് കുരുമുളകാണ്. ഇത്തവണ മുളക് പൊടി കുറവാണ്. അതുകൊണ്ട് പുള്ളി പെപ്പർ കറിയാണ് ഉദ്ദേശിക്കുന്നത്. മല്ലിപ്പൊടി, മൂന്ന് ടീസ്പൂൺ ഇട്ട്. അതുകൊണ്ട് ഇത് അരപ്പ് ഏകദേശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് മുളക് പൊടിയുടെയാണ്. ഇത് പിരിയം മുളകാണ്. എരി നല്ല കൂടുതലാണ്. കാശ്മീരി അല്ല. ഏകദേശം ഒരു 1.5 കരണ്ടി ഇട്ടോളൂ. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആൾ നൈസായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അരപ്പെല്ലാം നന്നായിട്ട് ഇപ്പോൾ മൂത്ത്. ഇനി വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനെ അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം അങ്ങോട്ട് ഒഴിക്കുകയാണ്. നമുക്ക് ബോട്ടിൽ 2 അടുപ്പില്ല, ആകെ ഒരൊറ്റ അടുപ്പാണ്. ഈ ഒറ്റ അടുപ്പിൽ തന്നെ റെസ്റ്റ് ഇല്ലാതെ എല്ലാ പരിപാടിയും ചെയ്യണം. ഇപ്പോൾ കാലത്തൊരു 7:30, 7:45 ആകുമ്പോൾ കരയ്ക്ക് വന്നാൽ വലയുടെ പണികളെല്ലാം ഒരു സൈഡിൽ ഒരാൾ തീർക്കും. കിച്ചണിൽ ഒരാൾ കയറും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അനുസരിച്ച് ഓർഡർ നടക്കും. കിച്ചണിൽ ഒരാൾ കുക്കിങ്ങിനായിട്ട് കയറി അതിൻ്റെ കൂടെ തന്നെ സൈഡിൽ ഒരാളുള്ള ഈ മുളകൊക്കെ അരിഞ്ഞ് മറ്റ് ഹെൽപ്പെല്ലാം ചെയ്യും. നമ്മളിപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ചപ്പാത്തി വിട്ടാണ്. രണ്ടാമത് ഉച്ചയ്ക്കത്തുള്ള കറിയാണ് ഇപ്പോഴേ വെച്ച് വെക്കണത്. അതാകുമ്പോൾ ഉറക്കം എഴുന്നേറ്റിട്ട് കഴിച്ചാൽ മാത്രം മതി. അത്രയും ടൈം പിന്നെ വേസ്റ്റ് ആവില്ല. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കൂടെ എണ്ണീറ്റ് മീനും വെട്ടി ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് കറി വയ്ക്കാൻ നിൽക്കണം. ബോട്ടിൽ പിന്നെ അങ്ങനെയാണ്. എല്ലാവരും
ഒന്നിച്ചാണ് ചെയ്യുന്നത്. അതായത് 2-3 പേര് എണീറ്റിട്ട് ബാക്കിയുള്ളവർ കടന്നോട്ടെന്നും പറയില്ല. അതും നമ്മളൊരു മോശമായിട്ട് വിചാരിക്കും. എല്ലാവരും ഒത്തൊരുമയോടെ ചെയ്യണതാണ്. ക്ലൈമാക്സിൽ കുറച്ച് ഉപ്പും കൂടി ഇടുകയാണ്. അതിനകത്തൊരു തിയറി എന്ന് വെച്ചാൽ നമ്മൾ ഒന്നിച്ചാണ് പണിക്ക് വരണത്. അപ്പോൾ എന്ത് പണിയുണ്ടെങ്കിലും എല്ലാവരും ഒത്തുകൂടും. തക്കാളിയും കറിവേപ്പിലയും ഇട്ടു അടച്ചു വെച്ചു. ഇനി അരപ്പ് തിളച്ചാൽ മതി. അങ്ങനെ നമ്മുടെ അരപ്പ് ഏകദേശം സൈസായിട്ടുണ്ട്. നല്ല തിള വന്നിട്ടുണ്ട്. കറിക്കുന്ന എന്തായാലും ചുമന്ന കളറില്ല. അങ്ങനെ അരപ്പ് പാകമായതുകൊണ്ട് മീനിടുകയാണ്. മീൻ അത്യാവശ്യം നല്ല വലിയ പീസായിട്ടാണ് വെട്ടിയിട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ആൾക്ക് ഒരു 5 ഇഞ്ച് പീസ് ചെയ്ത് എന്തായാലും കാണും. ബോട്ടിൽ 9 ആളുണ്ട്. 9 ആൾക്കുള്ള മീൻ അതിനകത്ത് ലാവിഷാണ്. കുഴപ്പമില്ല. അവിടെ ഒരു സൈഡിൽ ചപ്പാത്തി വിളമ്പാനായിട്ടുള്ള പാത്രവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്രാങ്കിന് നേരത്തെ തന്നെ കൊടുത്തു. കാരണം പുള്ളിക്ക് നൈറ്റ് GPS നോക്കി ബോട്ട് കൊണ്ടുപോകണതാണ്. അപ്പോൾ കണ്ണിനൊക്കെ സ്ട്രെയിനാണ്. നേരത്തെ തന്നെ ഉറങ്ങേണ്ടതുകൊണ്ട് പുള്ളിക്കാരൻ ആദ്യമേ കൊടുത്തു. മീൻ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയാണ്. കാരണം അത് തിളച്ചതിന് ശേഷം ഇളക്കിയാലും മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ആകുമ്പോൾ ധൈര്യമായിട്ട് ഇളക്കാം. അതായത് പച്ച മാംസമാണ്. അപ്പോൾ അതുകൊണ്ട് മീനിൻ്റെ മാംസം പൊടിയില്ല. നന്നായിട്ട് ഇളക്കി എല്ലാം മിക്സ് ചെയ്ത് അരപ്പ് എല്ലായിടത്തും ചെല്ലുന്ന രീതിയിലാക്കി വെച്ചിട്ട് പിന്നെ അടപ്പിട്ട് അടച്ച് വെച്ച് അടിപൊളിയായിട്ട് തിളച്ച സൈസായിക്കോളും. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അടപ്പിടിയാണ്. ഇതിവിടെ ചപ്പാത്തി സെർവ് ചെയ്യണുണ്ട്. ഡ്രൈവർ ജോസേട്ടനാണ് ചപ്പാത്തി വിളമ്പണം. ആൾക്ക് ലൈറ്റായിട്ട് ഒരു 6-7 റേഞ്ചിൽ. കാരണം 5 ചപ്പാത്തി തിന്നാലൊന്നും വയറ് നിറയില്ല. നമ്മുടെ പാക്കറ്റ് ചപ്പാത്തി വെറും പേപ്പർ കണക്കിരിക്കണതാണ്. അതുകൊണ്ട് ഒരു 6-7 പീസ് വെച്ചാകുമ്പോൾ എല്ലാവർക്കും ഓക്കെയാണ്. കറി റെഡി. ഇതിപ്പോൾ ചപ്പാത്തിയുടെ വിളമ്പില്ല കേട്ടോ. ഇത് ഉച്ചക്കത്തേക്കാണ്. ഒന്ന് ഇളക്കി അടുക്കി പിടിക്കാതെ ഒന്ന് കറക്കി ചെയ്യാണ്. കുഴപ്പമില്ല. ഈ തവണ എന്തായാലും മുളക് കറിയല്ല, കുരുമുളക് കറിയാണ്. വിമലേട്ടൻ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ എന്തോ തൃപ്തിയായില്ലെന്ന് തോന്നുന്നു പുള്ളിക്ക്. ഉപ്പാണ് കുറവ്. ആൾ പിന്നെ എല്ലാം കറക്റ്റായിട്ടേ ചെയ്യത്തുള്ളൂ. പുള്ളി വയ്ക്കുന്ന കറിയെല്ലാം എങ്ങനെയായാലും ഹെവി ലെവൽ ടേസ്റ്റാണ്. ഒരിക്കലും ടേസ്റ്റിൽ പുറകോട്ട് വരില്ല. അതങ്ങനെ ക്ലൈമാക്സ് ടച്ച് കഴിഞ്ഞു. ഇനി അടുപ്പ് ഓഫ് ചെയ്താൽ മതി. ഗ്രീൻ പീസ് കറി റെഡി. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കുറുക്കി നല്ല അരപ്പ് നല്ല ടൈറ്റായിട്ടിരിക്കുകയാണ്. വിളമ്പി വിട്ടാൽ മതി. സാബുച്ചേട്ടനാണ് വിളമ്പാനായിട്ട് അങ്ങോട്ട് പോകുന്നത്. ഇത് നമ്മുടെ എൻജിൻ്റെ പെട്ടിപ്പുറമാണ് കേട്ടോ. അപ്പം എൻജിൻ കള്ളി തുറന്ന് ഈ പെട്ടിയുടെ സൈഡിലുള്ള ചാവി, അതായത് ആ റിങ് പിടിച്ച് പൊക്കിയിട്ടാണ് നമ്മളകത്തേക്ക് ഇറങ്ങണത് എൻജിൻ കള്ളിക്കകത്ത്. അപ്പോൾ അത് അടച്ചിട്ടേക്കാണ്. കാരണം എൻജിനൊക്കെ ഓഫ് ചെയ്തു. അവിടെ ആകുമ്പോൾ വിശാലമായിട്ടിരുന്ന് വിളമ്പാം. കാരണം ഫ്രണ്ടിലൊക്കെ നല്ല വെയിലാണ്. അതുകൊണ്ട് ബാക്കിലോട്ട് വന്നത്. നമുക്ക് സൈഡിൽ മാറിയിരുന്ന് കഴിക്കാം. പിന്നെ എല്ലാവർക്കും ഒരു 2-3 കരണ്ടി വീതം മുഴുവനും വിളമ്പി തീർത്തിട്ട് എല്ലാവരും ഒന്നിച്ച് കഴിച്ചു തുടങ്ങത്തുള്ളൂ. കാരണം പിന്നെ ഒരാൾക്ക് ചാറ് കുറഞ്ഞു പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊരു വിഷമാവും. അതുകൊണ്ട് മൊത്തത്തിൽ ഒരേ കണക്ക് ഒന്നിച്ച് വിളമ്പി മാറും. സ്രാങ്ക് നേരത്തെ കഴിച്ചു. അപ്പോൾ ഞങ്ങൾ 8 പേരേ ഉള്ളൂ. എല്ലാവരും നല്ല വിശന്നിരിക്കുക. ഏകദേശം വലയിലെ പണിയെല്ലാം തീർത്ത് ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് 9:30 കഴിഞ്ഞ്. രാത്രി ഫുൾ ഉറക്കം ഒഴിയുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ കാലത്തും ഫുഡ് എന്തില്ലെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ തണ്ട് നൈസായിട്ടൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് പിന്നെയും ചോദിച്ചാൽ മേടിക്കാം. കറി തീരുന്നവരെയും കൊടുക്കും. തീർന്നാൽ പിന്നെ ഉത്തരവാദിയല്ല. ഇതാണ് നമ്മുടെ ബോട്ടിലൊരു കുക്കിങ്ങിൻ്റെ പ്രത്യേകത. അതായത് അരിക്ക് വെള്ളം വയ്ക്കാനുള്ള കലമാണ്. വെള്ളം അതിനകത്ത് റെഡിയാണ്. അരി ഇട്ടിട്ടില്ല കണ്ട. ഇനിയിപ്പോൾ ആ മീൻ കറി ഇറക്കി മാറ്റിയിട്ട് ഇത് അങ്ങോട്ട് കയറ്റും. ഉച്ചയാകുമ്പോഴത്തേക്കും റെഡിയാണ്. ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് വെള്ളം കുറവുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുകയോ അടുപ്പ് ഓഫ് ചെയ്ത് കൊണ്ടുപോയി കെട്ടിയിട്ടാലും മതി. അപ്പോൾ എല്ലാവരും കൂടെ മെനക്കെടണ്ട, ഒരാൾ മതി. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം.